റിപ്പോർട്ടർ ടി വിയിൽ സ്മൃതി പരുത്തിക്കാടും അതുപോലെ മാധു സജിയും ഇടക്കിടക്ക് മാറി മാറി അവതരിപ്പിക്കുന്ന അവരുടെ ചർച്ച എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ എല്ലാവരും തന്നെ ഒരിക്കലെങ്കിലും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ഇന്നലെ സ്മൃതി പരുത്തിക്കാട് വളരെ ആവേശത്തോടു കൂടി വന്ന് ചർച്ച ചെയ്യാനുണ്ടായിട്ടുള്ളത് അതിൻ്റെ ഹെഡിങ് എന്ന് പറയുന്നത് പ്രിയമാകുമോ പ്രിയദർശിനി എന്ന് ചോദിച്ചുകൊണ്ടാണ്. അതായത് പ്രിയദർശിനി എന്ന് പറയുന്ന ഒരു സ്കീം നിങ്ങൾക്കിപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. അതെ, നമ്മുടെ കേരളത്തിലെ KSRTCയുടെ ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യമാക്കി കൊടുക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ചർച്ചയാണ്. അതായത് പ്രിയമായി തീരുമോ പ്രിയദർശിനി എന്ന് പറയുന്ന പദ്ധതി എന്ന് ചോദിച്ചുകൊണ്ടാണ് ചർച്ചയിട്ടത്. ആ ചർച്ചയിൽ ആങ്കർ സ്മൃതി പരുത്തിക്കാടാണ്, രണ്ടാമത് പ്രമോദ് പുഴങ്കര ഉണ്ടായിരുന്നു, അതായത് MN വിജയനാകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രമോദ് പുഴങ്കര. കൂടാതെ കോൺഗ്രസിൻ്റേതായിട്ട് അദ്ദേഹം നിഷ്പക്ഷ നിരീക്ഷകനാണ്. രണ്ടാമത്തേത് രാജു P നായരാണ്. മൂന്നാമത്തേത് SK സജീഷാണ്, DYFIയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. പിന്നെ AITUCയുടെ ഒരു അതായത് CPIയുടെ തൊഴിലാളി സംഘടനയായിട്ടുള്ള KSRTCയുടെ ഒരു നേതാവ് കൂടി ഉണ്ടായിരുന്നു. ഇത്രയും പേരാണ് ചർച്ചയ്ക്കുണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ ചർച്ചയിൽ നടന്നിട്ടുള്ള ചില സംഭവങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എങ്ങനെയാണ് ഈ പറയുന്ന ചിലതൊക്കെ വിഴുങ്ങുകയും ചിലത് വിഴുങ്ങാതിരിക്കുകയും ചില അർത്ഥസത്യങ്ങൾ പറയുകയും ചെയ്തുകൊണ്ട് VD സതീശനെ വെള്ളപൂശുന്നത് എന്നുള്ളതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണിത്. അതുകൊണ്ട് നിങ്ങൾ ആരും തന്നെ കാണാതെ പോകരുത്. ഇത് വളരെ കൃത്യമായി നമ്മൾ നോക്കിയാൽ എന്താണ് മാധ്യമങ്ങളുടെ തരികിട എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പിടിയിട്ടും. കുറച്ചൊന്ന് കേട്ടിട്ട് ഞാൻ ബാക്കി നിങ്ങളോട് പറയാം. ഇത് മുഴുവനായി തന്നെ കേൾക്കേണ്ടതാണ്. ഒരു 8-10 മിനിറ്റിൻ്റെ മാത്രമേ വീഡിയോ നിങ്ങൾ കേൾപ്പിക്കുന്നുള്ളൂ. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എൻ്റെ ചോദ്യങ്ങൾ കൂടിയുണ്ട്. ആ ചോദ്യങ്ങൾ കൂടി നിങ്ങൾ കേൾക്കണം. എന്തുകൊണ്ട് ഞാൻ ചോദിക്കുക, എന്തുകൊണ്ടാണ് ഓർഡിനറി ബസ്സിൽ മാത്രമേ യാത്രാ സൗജന്യമുള്ളൂ എന്ന് പറയാനുള്ള സത്യസന്ധത ഇവർ എന്തുകൊണ്ടാണ് ഓർഡിനറി ബസ്സുകളിൽ മാത്രമേ ഞങ്ങൾ സൗജന്യമാക്കാൻ പോകുന്നുള്ളൂ എന്ന് 5 പദ്ധതികൾ പ്രഖ്യാപിച്ചപ്പോൾ അവർ പറയാതിരുന്നത് എന്നുള്ളതാണ് SK സജീഷ് ചോദിക്കുന്നത്. ആ ചോദ്യം കേട്ട് തീരുന്ന അതേ മുറക്ക് തന്നെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം സ്മൃതി പറയുന്നില്ല എന്ന് മാത്രമല്ല, യഥാർത്ഥത്തിൽ അതിൻ്റെ ഉത്തരം പറയാവുന്നേ ഉള്ളൂ. ഉത്തരം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. അപ്പോൾ ഉത്തരം പറയാവുന്നേ ഉള്ളൂ. അത് ഈ മുഴുവനായിട്ട് തന്നെ ഞങ്ങൾ ഫ്രീ ആക്കിയേക്കും. പക്ഷേ ആദ്യമേ തന്നെ ആദ്യ ഘട്ടം എന്നുള്ളതിലേക്കാണ് ഓർഡിനറി ബസ്സുകളിൽ ഫ്രീ ആകുന്നത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഘട്ടം ഘട്ടമായി മുഴുവനായിട്ടും തന്നെ ഫ്രീ ആക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അത് തന്നെയാണ് എന്നുള്ളത് വേണമെങ്കിൽ പറയാം. പക്ഷെ അതല്ല സ്മൃതി ഉടനെ ചോദിക്കുന്നത്. സ്മൃതി ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ 2500 രൂപ ക്ഷേമ പെൻഷൻ കൊടുക്കുമെന്ന് പറഞ്ഞതായിട്ട് അത് എത്തിച്ചില്ലല്ലോ, അത് 2000-ലല്ലേ എത്തിച്ചുള്ളൂ എന്നുള്ളതാണ് ഒരു ആങ്കർ ഉടനെ തന്നെ ചോദിക്കുന്നത് കേട്ടോ. ആ കാര്യത്തിനെക്കുറിച്ച് പാർട്ടി പലതവണ വിശദീകരിച്ചതാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടാനുള്ള എമൗണ്ടിൽ വലിയ കുറവ് വന്നു, വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി, അതുകൊണ്ടാണ് 2500 രൂപ ആക്കാത്തത് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. കൂടാതെ കേരളത്തിൽ ഒരു കാര്യം കൂടി അപ്പോൾ സമ്മതിച്ചേ പറ്റൂ, ഇതാക്കിയാലും ഇല്ലെങ്കിലും ഈ പ്രകടന പത്രിക അത് നടപ്പാക്കാനുള്ളതാണെന്നുള്ള ഒരു മാനദണ്ഡം കൊണ്ടുവന്നത് പിണറായി വിജയൻ സർക്കാരാണ്. പ്രകടന പത്രികയിൽ പറയുന്ന ഏതാണ്ട് 98% പദ്ധതികളും നടപ്പിലാക്കി ആദ്യമായി കാണിച്ചു കൊടുത്തവരാണ്. ഇത് പറയുമ്പോൾ പ്രേക്ഷകർ മറന്നു പോരുത്. ഒരിക്കൽ നമ്മുടെ പ്രിയപ്പെട്ട അമിത്ഷാ ഒരിക്കൽ പറഞ്ഞത് ഓർമ്മയുണ്ടാവുമല്ലോ, പ്രകടന പത്രികയൊക്കെ നടപ്പാക്കാനുള്ളതാണോ, ഇതൊക്കെ തമാശയ്ക്ക് ഇലക്ഷന് പറയുന്നതല്ലേ എന്നുള്ള നിലക്ക് പുള്ളി അടിച്ച കമൻ്റൊക്കെ തന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകണം. അപ്പോഴാണ് സ്മൃതി പരുത്തിക്കാടിൻ്റെ ഉത്തരം വരുന്നത്. അത് കേൾക്കാം. യഥാർത്ഥത്തിൽ ഇത് 2 പേരുടെ, ഒന്ന് അവതാരിക എന്നുള്ളതിലൊക്കെയല്ല നമ്മുടെ സ്മൃതി പരുത്തിക്കാടിനെ കാണേണ്ടത്. സ്മൃതി പരുത്തിക്കാടിൻ്റെ താഴെ കൂടി കോൺഗ്രസ് പ്രവർത്തക എന്നുള്ളത് എഴുതി കാണിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും ഈ പറയുന്ന പോലെ VD സതീശൻ അനുകൂലി എന്നെങ്കിലും എഴുതി കാണിക്കേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ അവരോട് ചോദിക്കേണ്ട ചോദ്യം എന്താണ്? സൗജന്യമുള്ളൂ എന്ന് പറഞ്ഞില്ല. ആദ്യ ചോദ്യമായിരുന്നു അത്. അങ്ങ് കേട്ടില്ല. ഞാൻ ആദ്യം ചോദിച്ച സരോജ് കേട്ടില്ല. ചോദ്യം കേൾക്കുന്നില്ല. 2500 വാഗ്ദാനം ചെയ്തിട്ട് 2000-ൽ അവസാനിപ്പിച്ചൊരു കാര്യം മറുപടി പറയും. നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഒരു 100 ദിവസം കൊടുത്തൂടെ എന്നാണ്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് 5 വർഷം. ഇതിനു മുമ്പ് സ്മൃതി പറഞ്ഞു, അതായത് നിങ്ങളിപ്പോൾ ഒന്ന് വിമർശിക്കാൻ തുടങ്ങില്ല, ഒരു 100 ദിവസം കൊടുത്തൂടെ, ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ടല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോഴാണ് ഈ പറയുന്ന കാര്യം SK സജീഷ് പറയുന്നത്. കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇനി പ്രമോദ് പുഴങ്കരയുടെ ഒരു നെടുനീളൻ വാചകങ്ങളുണ്ട്. അദ്ദേഹം പ്രത്യേകിച്ചും MN വിജയൻ മാഷ് അനുകരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം അത്തരത്തിലുള്ള ഡയലോഗുകളൊക്കെ ഉണ്ട്. ആ ഡയലോഗിലുള്ള ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ കൂടി നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കേൾക്കണം.
49 ആളുകളെയാണ് RSS നോമിനികളാക്കി വിദ്യാഭ്യാസ മന്ത്രി. ഇത് നിങ്ങൾ നോട്ട് ചെയ്യണം കേട്ടാ. ഈ മറ്റു വിഷയങ്ങളൊക്കെ തന്നെ എസ് കെ സജീഷ് പറയുമ്പോൾ നിങ്ങൾ എല്ലാ വിഷയവും പറയുകയാണെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇതേ വാചകം പ്രമോദ് പുഴങ്കര എടുത്ത് ചോദിക്കുന്നില്ല എന്നുള്ളത് നമുക്കിനി തുടർന്ന് കാണാം. ഇപ്പോൾ പ്രതിപക്ഷം പറയുന്നത് കേട്ടല്ലോ, എന്തുകൊണ്ട് ഓർഡിനറി ബസ്സുകൾ എന്ന പ്രകടന പത്രികയിൽ എഴുതിയില്ല എന്നുള്ളത്. അപ്പോൾ ഈ സൗജന്യം നടപ്പാക്കുന്ന ഘട്ടത്തിൽ ആ വാദം പറഞ്ഞുകൊണ്ട് അതിനെ എതിർക്കാൻ സാധിക്കും. Can I get your number? I'm married. No, disrespectfully, I just had to ask for your workout plan so my husband can get shredded. പരസ്യം എന്നാണ് ഇപ്പൊ തന്നെ മാറ്റി. Tai Chi walking program. ഓർഡിനറി എന്നുള്ളത് പ്രകടന പത്രികയിൽ സ്പെസിഫിക് ആയിട്ട് നിർദ്ദേശിച്ചു എന്നുള്ളത് ഒരു പദ്ധതിയെ കുറിച്ച് ബ്രോഡായിട്ടുള്ള അത്തരത്തിലൊരു വാഗ്ദാനം തരികയും ശേഷം അതിനെ ഘട്ടം ഘട്ടമായിട്ട് നടപ്പിലാക്കുകയും അല്ലെങ്കിൽ അത് ഏതൊക്കെ ബസ്സുകളിൽ നടപ്പാക്കണമെന്ന് തീരുമാനിക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളത് ഭരണപരമായ ഒരു കാര്യം കൂടിയാണ്. അതിന്റെ ഡാറ്റ എടുത്ത് എത്ര സ്ത്രീകൾ യാത്ര ചെയ്യുന്നു, നടപ്പാക്കുമ്പോൾ എത്ര കൂടുതൽ സ്ത്രീകൾ എത്ര തരം ബസ്സുകളിൽ യാത്ര ചെയ്യുന്നു എന്നൊക്കെ കണക്കാക്കിയിട്ട് സാധാരണഗതിയിൽ ഇത് സ്ത്രീകളുടെ ഓർഡിനറി ബസ്സുകളിൽ തന്നെയാണ് ഇത്തരത്തിൽ ഈ സൗജന്യം ആവശ്യപ്പെടുന്ന സ്ത്രീകൾ യാത്ര ചെയ്യാനുള്ള സാധ്യത കൂടുതൽ. കേരളത്തിന്റെ ചില സാഹചര്യങ്ങളിൽ അത് കൂടുതൽ ബസ്സുകളിലേക്ക് വ്യാപിപ്പിക്കണം എന്നൊക്കെ ഘട്ടഘട്ടമായിട്ട് നടപ്പാക്കും. അല്ലാണ്ട് ആദ്യത്തെ മാസം തന്നെ ഇത് മുഴുവൻ നടപ്പാക്കി ഇതുവരെ എല്ലാ പ്രശ്നങ്ങളും ഈ ഒരൊറ്റ ബസ് വിഷയത്തിൽ മാത്രമായിട്ട് കിടക്കുന്ന ഒരു പ്രശ്നമല്ലല്ലോ ഈ സംവിധാനം. അപ്പൊ അതൊക്കെ എന്ന് പറയുന്നത് വെറും തർക്കത്തിന് വേണ്ടിയുള്ള തർക്കങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത്. മറ്റൊന്ന്, ഈ വാഗ്ദാനം നടപ്പിലാക്കുന്നതിന്റെ അന്ന് ഇങ്ങനെ പറഞ്ഞു നടപ്പിലാക്കിയില്ല. എത്രയോ വാഗ്ദാനങ്ങൾ നമുക്കറിയാവുന്നതുപോലെ ഇപ്പൊ ഖനനം പൊതുമേഖലയിലാക്കുമെന്ന് വാഗ്ദാനം എല്ലാ പ്രകടന പത്രികയിലും ആവർത്തിച്ച് നൽകിയ ഒരു ആളുകളാണ് ഇടതുപക്ഷ മുന്നണി. ഖനനം പൊതുമേഖലയിലാക്കിയില്ല എന്ന് മാത്രമല്ല, ഖനനം ഇതാണ് പ്രമോദ് പുഴങ്കര പറയുന്ന അടുത്ത മണ്ഡലത്തിന് സ്മൃതി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഖനനം പൊതുമേഖലയിലല്ലാതെ സ്വകാര്യ മേഖലക്ക് ഇടതുപക്ഷം ഭരിച്ചപ്പോൾ കൊടുത്തത് എവിടെയാണ് പ്രമോദ് പുഴങ്കര? താങ്കളൊക്കെ വെറുതെ വന്നിരുന്ന് ഈ പറഞ്ഞ പോലെ ബുദ്ധിജീവിയുടെ ഇല്ലാത്ത പരിവേഷം കിട്ടിയിട്ട് താങ്കൾ ഇതുപോലെയുള്ള വർത്താനം പറയരുത്. എന്നാണ് കേരളത്തിൽ പൊതുമേഖലക്കല്ലാതെ സ്വകാര്യ മേഖലക്ക് ഖനനം ചെയ്യാൻ അനുമതി കൊടുത്തതെന്നാണ് എന്ന് പറ. എന്നാണ് ഒരു സ്വകാര്യ മേഖലാ സംവിധാനം ഇവിടെ ഖനനം ചെയ്തിട്ടുള്ളതെന്നാണ്? ഇതൊക്കെ ഇത്തവണ എങ്ങനെയാണ് അഴിമതി നടത്തുന്നത് എന്നുള്ളതിനെക്കുറിച്ച് പുഴങ്കരയൊക്കെ പഠിക്കണം. ഇന്ത്യൻ റെയർസ് എന്ന് പറയുന്ന IRE എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനവും അതുപോലെ KMML എന്ന് പറയുന്ന കേരള ഗവൺമെൻറ് സ്ഥാപനവും അല്ലാതെ ഇപ്പോൾ പ്രൈവറ്റ് മേഖലയിൽ എപ്പോഴാണ് ഈ പറഞ്ഞ പോലെ ഖനനം നടന്നിട്ടുള്ളത്? ഇടതുപക്ഷ മുന്നണി ഭരിക്കുന്ന കാലത്ത് ഒരു കുറച്ച് ദിവസങ്ങളിൽ പിന്നെ UDF ഗവൺമെൻറ് കാലത്ത് അനുമതി കൊടുത്തിരുന്നു. ആ അനുമതി കൊടുത്ത UDF ഗവൺമെൻറ് കാലത്താണ്. അതിനുശേഷം അത് VM സുധീരൻ വന്ന് ഇടപെട്ടുകൊണ്ട് വലിയ പ്രശ്നമുണ്ടാക്കിയപ്പോൾ അത് റദ്ദ് ചെയ്യുകയും ചെയ്തിരുന്നു. വേറെ എപ്പോഴാണ് നടത്തിയത്? കേട്ടുകൊണ്ട് മിണ്ടാതിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഇത് അതുമായി ബന്ധപ്പെട്ട വിഷയമല്ല, അപ്പോൾ സ്മൃതിക്ക് പറയാനില്ല. കൂടാതെ ഇതും കൂടി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഇടയിലൂടെ കുത്തിക്കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ബാക്കിയുള്ള ഡയലോഗ് കൂടി കേൾക്കാം. മുതലാളിമാരിൽ നിന്നും കാശ് വാങ്ങുന്ന ഒരു കുടുംബ പരിപാടി അടക്കം ഉണ്ടാക്കിയ സംവിധാനമാണ് നമ്മൾ കണ്ടത്. മുതലാളിമാരിൽ നിന്ന് കാശ് മേടിക്കുന്ന കുടുംബ പരിപാടിയാക്കി മാറ്റിയെന്ന് താങ്കൾ പറഞ്ഞ കറക്റ്റാണ്. അത് ആരോപണമായിട്ട് ഉന്നയിച്ചോളൂ, അതിനൊന്നും പ്രശ്നമില്ല. അത് വീണ വിജയൻ മേടിച്ചു. പക്ഷെ അത് കരാർ എഴുതി കൃത്യമായിട്ട് നല്ല വെടിപ്പായിട്ട് ആർക്കും കാണാവുന്ന രീതിയിൽ സുതാര്യമായി അക്കൗണ്ട് ടു അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത കാര്യമാണ്. താങ്കൾ അറിയേണ്ടത് ഈ VD സതീശൻ 5 ലക്ഷം രൂപ മേടിച്ചിട്ടുണ്ട്, രമേശ് ചെന്നിത്തല മേടിച്ചിട്ടുണ്ട്, കുഞ്ഞാലിക്കുട്ടി മേടിച്ചിട്ടുണ്ട്, അതുപോലെ മറ്റെല്ലാ നേതാക്കന്മാരും മേടിച്ചിട്ടുണ്ട്, VS അച്യുതാനന്ദൻ മേടിച്ചിട്ടുണ്ട്. ആ മേടിച്ചതിനെ കുറിച്ചൊന്നും അന്വേഷണം വേണ്ടേ പുഴങ്കരെ? അല്ല, പുഴങ്കര പറയൂ. പുഴയിലെ മീനിനെ പോലെ കിടന്ന് തെന്നിക്കളിക്കാതെ കൃത്യമായിട്ടൊരു മറുപടി പറ. നേരത്തെ ആക്ഷേപിച്ച പരിപാടി സ്വാശ്രയ കോളേജുകളുടെ കാര്യത്തിൽ നമ്മൾ കണ്ടല്ലോ. ഈ സനോജിനും മുമ്പ് നമ്മളൊക്കെ ആയിട്ടും ഈ സ്വാശ്രയ കോളേജുകൾക്കെതിരെ എത്രയോ അധ്യയന ദിനങ്ങൾ ഇതിനുശേഷം സനോജ് ഒരു ഗവർണറുടെ ഈ അടുത്തുണ്ടായ ഗവർണറുടെ 19 പേരെ BJP-ക്കാരെ തിരികെ കയറ്റിയതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ സ്മൃതി പറയുന്നത് വേറെ വിഷയങ്ങൾ പറയരുതെന്നാണ്. ഇപ്പം ഏത് വിഷയത്തിലേക്കാണ് പുള്ളി പോയതെന്ന് നിങ്ങൾ ആലോചിക്കണോട്ടെ. എങ്ങനെയാണ് ഒരു ചർച്ച വളരെ ബയസ്ഡായി നയിക്കേണ്ടത്, എങ്ങനെയാണ് തന്ത്രപരമായി ജനങ്ങളെ പറ്റിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ്, ക്ലാസിക് എക്സാമ്പിളാണത്. അത് പറയാതിരിക്കാൻ വയ്യ ഒരു കാരണവശാലും.
ഇറങ്ങിയ അടിയും കൊണ്ട് സമരം ചെയ്ത ആളുകളിൽപ്പെട്ടവരാണ് നമ്മളൊക്കെ. സ്വാശ്രയ കോളേജുകൾക്കെതിരേക്കുള്ള പല എതിർപ്പുകളും കൃത്യമായി ഇപ്പോഴും നിലനിർത്തുന്നുണ്ട്. സ്വാശ്രയ കോളേജുകളെ പിന്നെ എങ്ങനെയാണ് ഇടതുപക്ഷം കൈകാര്യം ചെയ്യുന്നത് നമ്മൾ കണ്ടു. വിഴിഞ്ഞം പദ്ധതിയുടെ കാര്യത്തിൽ 6000 കോടി രൂപയുടെ അഴിമതിയാണ് വിഴിഞ്ഞം പദ്ധതി എന്ന് ആക്ഷേപിച്ച് അന്നത്തെ CPM സംസ്ഥാന സെക്രട്ടറിയായ പിന്നെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനാണ്. പിന്നെ വിഴിഞ്ഞം പദ്ധതി എങ്ങനെയാണ് നടപ്പാക്കാൻ മുന്നിട്ട് നിന്നതെന്നും കേരളത്തിന്റെ വികസനത്തിന്റെ കൊടി കയറുന്ന കപ്പലാണ് വിഴിഞ്ഞം പദ്ധതി എന്നും പറഞ്ഞത് ഇടതുമുന്നണിയാണ്. ഞാൻ പറഞ്ഞത് ഇത് കേരളത്തിൽ എല്ലാവരും CPM-കാരും കോൺഗ്രസ്സുകാരുമായിട്ട് വേർതിരിഞ്ഞ് നിൽക്കുകയല്ല. പൗരസമൂഹത്തിന് ഇതിൽ അഭിപ്രായങ്ങളുണ്ട്. കോൺഗ്രസിന്റെ പ്രകടനപത്രികയിൽ പറഞ്ഞ കാര്യങ്ങളെ സാധൂകരിക്കുന്നതിനോ അവർ നടപ്പാക്കുന്ന എല്ലാത്തിനെയോ നിങ്ങൾ ഒന്നുകിൽ ഞങ്ങളുടെ കൂടെ അല്ലെങ്കിൽ മറ്റവർക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ബുഷ് പറഞ്ഞവർ ഒന്നുകിൽ നിങ്ങൾ ഭീകരവാദികൾ അല്ലെങ്കിൽ അമേരിക്കയ്ക്കൊപ്പം, ഇങ്ങനെയല്ല ഒരു ജനാധിപത്യത്തിൽ സംവാദങ്ങൾ നടക്കേണ്ടത്. പിന്നെ ഇപ്പൊ ഇവിടെ പറഞ്ഞ പോലെ എന്താ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒരു പാട്രിയാർക്കൽ മൈൻഡ് സെറ്റ് കൂടിയാണ്. സ്ത്രീകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ തീർത്ഥാടനം എന്നാ കാണുന്നത്. സ്ത്രീകളൊക്കെ എന്താ രാവിലെ കുറി തൊട്ട് അമ്പലത്തിലേക്ക് പോവുകയാണോ? തീർത്ഥാടനം എന്നല്ല, തൊഴിലെടുക്കുന്ന മനുഷ്യർ, കുടുംബം നോക്കുന്നവർ, കുട്ടികളെ നോക്കുന്നവർ, സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനം. നിങ്ങൾ ആളെ തെറ്റിദ്ധരിപ്പിക്കല്ല. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇടക്ക് ഇത് SK സജീഷ് ഏറ്റവും ആദ്യമേ തന്നെ ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ അവിടെ മുതൽ നിങ്ങളെ കേൾപ്പിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു കാര്യം ഉന്നയിച്ചിരുന്നത്. അത് സ്ത്രീകൾക്ക് അമ്പലത്തിൽ പോകാം എന്നൊക്കെ പറഞ്ഞിരുന്നു. ഉടനെ തന്നെ പ്രമോദ് പുഴങ്കര പറയുന്നത് ഇത് CPM ഇപ്പം അമ്പലത്തിൽ പോകും എന്നൊക്കെ പറയുന്നത് തന്നെ എത്ര അസംബന്ധമാണ്, CPM ഒക്കെ അമ്പലത്തിൽ പോകണമെന്നാണോ പറയേണ്ടത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ SK സജീഷ് പലവട്ടം പറയുന്നുണ്ട് ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് UDF പറഞ്ഞ വാഗ്ദാനമാണ്. ആ വാഗ്ദാനത്തെക്കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഏറ്റവും കുറഞ്ഞ പക്ഷം ആ കള്ളമെങ്കിലും നിങ്ങൾ പറയാതിരിക്കണം, അല്ലെങ്കിൽ അത് പറഞ്ഞിട്ടുള്ള സതീശൻ ചെയ്തത് തെറ്റാണ്, അത് പറഞ്ഞത് തെറ്റാണ്, കാരണം അമ്പലത്തിൽ പോകാൻ വേണ്ടിയൊന്നും സൗജന്യം കൊടുക്കേണ്ടതില്ല എന്നാണ് പുഴങ്കരയുടെ അഭിപ്രായമെങ്കിൽ പ്രമോദ് പുഴങ്കര അത് പറയാനുള്ള ധൈര്യം കാണിക്കണം. ഞാൻ അതിനിടയിൽ നിങ്ങൾക്കൊരു സൗണ്ട് ബൈറ്റ് കേൾപ്പിച്ച് തരാം. ഇത് അല്ലാതെ എനിക്ക് കേൾപ്പിക്കാനൊരു നിർവാഹമില്ല, കാരണം അങ്ങനെ കേൾപ്പിച്ചാൽ ചിലപ്പോൾ കോപ്പിറൈറ്റ് അടിക്കും. ഞാൻ VD സതീശൻ ഒരു വീട്ടിൽ ചെന്ന് അവിടെയുള്ള വീട്ടുകാരോട് ഇന്ദിരാ ഗ്യാരണ്ടിയെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൻ്റെ ഒരു സൗണ്ട് ബൈറ്റ് ഒന്ന് കേൾപ്പിക്കാട്ടോ. ഇപ്പോൾ UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ നമ്മൾ എന്ത് ചെയ്യുമെന്നുള്ളതിൻ്റെ ഒരു രാഹുൽ ഗാന്ധി ഒരു ഇന്ദിരാ ഗ്യാരണ്ടി പ്രഖ്യാപിച്ചു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് തരാൻ വേണ്ടിയിട്ടാണ് വന്നത്. സ്റ്റേറ്റ് വൈഡായിട്ട് ഇങ്ങനെ നമ്മൾ പ്രചരണം നടത്തുക വീടുകൾക്ക്. ആദ്യത്തെ ഗ്യാരണ്ടി എന്ന് വെച്ചാൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര ഫ്രീ. എവിടെ വേണമെങ്കിലും പോവാം, എവിടെ വേണമെങ്കിലും ടൂറ് പോവാം, തീർത്ഥാടനത്തിന് പോവാം, അമ്പലത്തിൽ പോവാം, എവിടെ വേണമെങ്കിലും പോവാം. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ കേട്ടല്ല നിങ്ങൾ, എവിടെ വേണമെങ്കിലും ടൂറ് പോകാം, അമ്പലത്തിൽ പോകാം, എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പോകാം, എത്ര ദൂരം വേണമെങ്കിലും പോകാം എന്ന അദ്ദേഹം തന്നെ പറയുന്നതാണ്. അതാണ് SK സജീഷ് എടുത്ത് പറഞ്ഞത്. പക്ഷേ പ്രമോദ് പുഴങ്കര പറയുമ്പോൾ ഇത് CPM എങ്ങനെയാണ് അമ്പലത്തിൽ പോകണമെന്ന് പറയുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. അതിനുശേഷം വീണ്ടും ആവർത്തിച്ചപ്പോഴാണ് ഇപ്പോൾ SK സജീഷ് പറയുന്നത് നിങ്ങൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, ഇത് ഞാൻ പറഞ്ഞതല്ല എന്ന് പറയുന്നത്. സൈകെട്ട് സ്മൃതിക്ക് പോലും ഒരിടക്ക് പറയേണ്ടി വന്നു. വിഷമത്തോടുകൂടിയാണെങ്കിലും സ്മൃതി പറഞ്ഞിരുന്നു ഇത് കോൺഗ്രസ്സുകാരോടാണ് ചോദിക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞിരുന്നു. ഇത് വേറെ ആരുമല്ല, VD സതീശൻ ഒരു വീട്ടിൽ ചെന്നുള്ള വീഡിയോ ആണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. Risk operations is changing. The era of human speed vulnerability management is over because attackers are now operating at machine speed. Frontier AI models can now അല്ല, രാഷ്ട്രീയ നിരീക്ഷകൻ സ്വതന്ത്ര നിരീക്ഷകൻ എന്നൊക്കെ വന്ന് പറഞ്ഞു കഴിയുമ്പോ അത് ഭരിക്കുന്നവരോട് പറയേണ്ടതാണ് ശ്രീ പ്രമോദ് പുഴങ്കര. അത് അല്ല ഈ സനോജ് ഒരു മിനിറ്റ് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് അക്കാര്യത്തിൽ. ഇപ്പൊ അല്ല സ്മൃതി സംവാദങ്ങൾ ഇപ്പൊ സനോജ് പറയട്ടെ അറിഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാൻ ഞാനല്ല പറഞ്ഞത്. പറയൂ ശരിയല്ല ഇത് പറയാനുള്ള മര്യാദ കാണിക്കൂ. അല്ല ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആദ്യം ആവർത്തിച്ചു കേൾക്കൂ. ഇപ്പോഴും അങ്ങനെയാണോ പറയുന്നത്? കേൾക്കാമല്ലോ. നിങ്ങൾ മാത്രമല്ലല്ലോ ഈ വിഷയത്തിൽ, സനോജ് മാത്രമല്ല ഈ വിഷയത്തിൽ അഭിപ്രായം പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഈ തീർത്ഥാടന വിഷയം നിങ്ങളുടെ തന്നെ പാർട്ടിയിൽപ്പെട്ടവർ പലതരത്തിൽ ഡിബേറ്റുകളിൽ ഉന്നയിക്കുകയാണ്. ഇത് ഇപ്പോഴും പുഴങ്കര പറഞ്ഞുകൊണ്ടിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ആളുകൾ ഡിബേറ്റിൽ ഉന്നയിക്കുകയാണെന്നാണ്. അല്ല, ഇത് യഥാർത്ഥത്തിൽ VD സതീശൻ തൻ്റെ പ്രചരണത്തിന് വേണ്ടി ഒരു വീട്ടിൽ ചെന്ന് വീഡിയോ എടുത്ത് ഷൂട്ട് ചെയ്ത്
നാടാകെ പ്രചരിപ്പിച്ച കാര്യം അത് നിങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ളത് ചോദിക്കാനുള്ള അവകാശം പ്രതിപക്ഷ പാർട്ടിക്ക് ഇല്ലേ പുഴങ്കരെ? അല്ലാതെ പുഴങ്കര എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇനി അദ്ദേഹം അടുത്തത് പറയുന്നത് ഞാനെന്ത് പറയണമെന്ന് നിങ്ങൾ ഡിക്റ്റേറ്റ് ചെയ്യുന്ന ലെവലിലേക്ക് പോകണ്ട എന്നുള്ളതാണ് പറയുന്നത്. നിങ്ങൾ ഫാസിസ്റ്റുകളാണെന്ന് ഭാഗ്യത്തിന് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഒരു വിവരം കാണിക്കാനായിട്ട് അദ്ദേഹം ഏതെങ്കിലും വേൾഡിലെ 2 ഫാസിസ്റ്റ് ഈ പറഞ്ഞ പോലെ നടപടികൾ കൂടി ചേർക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഭാഗ്യത്തിന് അതുണ്ടായില്ല. ബാക്കി നമുക്കൊന്ന് കേൾക്കാം. സതീശൻ പറഞ്ഞാൽ പോലും ഈ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുന്നത് ഇപ്പോഴും പറയുന്ന വാചകം നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളേട്ടാ. സതീശൻ പറഞ്ഞാൽ പോലും, അതായത് സതീശനാണ് സുഹൃത്തെ പറഞ്ഞത്. സതീശൻ പറഞ്ഞാൽ അത് തെറ്റാണ് എന്ന് പറയാനായിട്ട് പുഴങ്കരയുടെ നാക്ക് പറക്കുന്നത് എന്തിനാണ് എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ പറയുന്നത് സതീശൻ പറഞ്ഞത് ശരിയല്ല. സ്വതന്ത്ര രാഷ്ട്രീയ നിരീക്ഷകരാണെങ്കിൽ ഇ ഡി സതീശൻ അങ്ങനെ പറഞ്ഞത് ശരിയല്ല എന്ന് പറയാം. നിങ്ങൾ പറയുന്നത് ഈ ബസ്സിന് വേണ്ടി വാദിക്കുന്നു, അതെങ്ങനെ നിങ്ങൾ പറയുന്നത്? ശരിയാണോ? സനോജ് ഞാനേ നിങ്ങൾ കേൾക്കും, നിങ്ങളുടെ ടേൺ നിങ്ങൾ പറഞ്ഞല്ലോ. നിങ്ങൾ ഒരു ജനാധിപത്യ സംവാദത്തിൽ പങ്കെടുക്കാൻ പഠിക്കുക ആദ്യം. നിങ്ങളിപ്പോ പറയുന്ന നിങ്ങൾ പറയുന്ന അതേ വാചകത്തിന്റെ ഘടനയിലും ജനാധിപത്യ സംവാദത്തിൽ പങ്കെടുക്കാൻ പഠിക്കൂ എന്നല്ല പറയേണ്ടത് പുഴങ്കര. പ്രമോദ് പുഴങ്കര പറയേണ്ടത് നിങ്ങൾ ഒരു നുണയെ വളരെ സഹിഷ്ണുതയോടെ കേട്ടിരിക്കാൻ പഠിക്കൂ, ഞാനൊന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചോട്ടെ എന്നാണ് പറയേണ്ടത്. പറയാൻ സൗകര്യപ്പെടുന്ന ആളല്ല ഞാൻ, മനസ്സിലായില്ലേ? എന്ന് മാത്രമല്ല നിങ്ങളുടെ ഇവിടെ ഒരു തെറ്റായ കാര്യവും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ആർക്കും ലോകത്തെ കാണാൻ കഴിയുന്നത് AKG സെന്ററിന്റെ ജനാലയിലൂടെയും മാത്രമാണ്. ജനങ്ങൾക്ക് അങ്ങനെയല്ല. LDF പറഞ്ഞല്ലോ പറയുന്നത്, ഞങ്ങളല്ല പറഞ്ഞത്. നിങ്ങൾ തന്നെയല്ലേ അങ്ങനെ പറയുന്നത്. ശരി, ശ്രീ പ്രമോദ് പുഴങ്കര അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രമോദ് പുഴങ്കര പറയുന്നുണ്ട്, നിങ്ങൾക്ക് ലോകത്തെ കാണാൻ കഴിയുന്നത് AKG സെൻട്രൽ ജനാലയിലൂടെയാണെന്നാണ്. എനിക്ക് പ്രമോദ് പുഴങ്കരോട് പറയാനുള്ളത്, താങ്കളൊക്കെ മറ്റേ കോൺഗ്രസിൻ്റെ കക്ഷത്തിൽ വെച്ച തലയിലൂടെ, ആ കക്ഷത്തിനിടയിലൂടെയുള്ള വീക്ഷണകോണിലൂടെയാണ് താങ്കളൊക്കെ ഈ ലോകത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ അങ്ങനെ ആയിരുന്നില്ല, ഇപ്പോൾ അങ്ങനെയാണ് എന്നുള്ളത് പറഞ്ഞു വെക്കട്ടെ. ഖേദമുണ്ട് പറയാൻ, പക്ഷെ സത്യം അതാണ്. അല്ല, മറ്റൊരു ഒരു കാര്യം കൂടി സ്മൃതി പറയട്ടെ. ജനങ്ങൾക്കുള്ള വിമർശനം വാട്സപ്പിലൂടെയും മെയിലിലൂടെയും അറിയിക്കൂ, ഞങ്ങൾ കേൾക്കാമെന്ന് പറയുന്ന ഒരു സംഘടനയുടെ പ്രതിനിധി ഇവിടെ വന്നിട്ട് മറ്റുള്ളവരെ സംസാരിക്കാൻ പോലും അനുവദിക്കാതെ വക്രീകരിക്കുകയും ചർച്ചയെ ബഹളം കൂട്ടിയിട്ട് KSRTC ബസ്സിലെ സൗജന്യത്തെയും യാത്രയും വക്രീകരിക്കാൻ അതല്ലല്ലോ സ്മൃതി കാര്യം. വക്രീകരിച്ചത് ആരാണ്? വക്രീകരിച്ചത് താങ്കളാണ്. പ്രമോദ് പുഴങ്കര, താങ്കൾ ഇവിടെ നിന്ന് വക്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സതീശനാണ് പറഞ്ഞത് എന്ന് ബോധ്യപ്പെട്ടിട്ട് പോലും താങ്കൾ പറയുന്നത് VD സതീശനാണ് പറഞ്ഞതെങ്കിൽ പോലും എന്ന് പറഞ്ഞാൽ അപ്പോഴും താങ്കൾക്ക് ഉറപ്പില്ല. അപ്പോൾ എന്തൊരു അഭ്യാസമാണ് ഈ കാണിക്കുന്നത്? അതിന് ഈ പറയുന്ന പോലെ വെഞ്ചാമരം വീശുന്ന പടിയാണ് സ്മൃതി വരുത്തിക്കാട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പറയാതെ വയ്യാത്. ബാക്കി കേൾക്കും. അല്ലല്ല, ഈ സനോജ് പറയുന്നത് സ്വതന്ത്ര നിലപാട് പറയണം, പക്ഷെ ആ സ്വാതന്ത്ര്യം ഞങ്ങൾ തീരുമാനിക്കുന്നതാണ്. സ്വതന്ത്ര നിലപാട് ഭയങ്കര തമാശയായി പോയത്. അതായത് മറ്റേ സാധാരണ പറയാറുണ്ടല്ലോ, മറ്റേ സ്വതന്ത്ര നിലപാട് പറയണം, പക്ഷേ ആ സ്വാതന്ത്ര്യം എന്താണെന്ന് ഞങ്ങൾ തീരുമാനിക്കുക, അതല്ല പറഞ്ഞത്. യഥാർത്ഥത്തിൽ പറഞ്ഞത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു ആരോപണമാണ്. സ്ത്രീകൾക്ക് സൗജന്യം അനുവദിക്കണം അമ്പലത്തിൽ പോകാൻ എന്നുള്ളത് CPM പറഞ്ഞു എന്ന് പറയുമ്പോൾ ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ VD സതീശൻ പറഞ്ഞ കാര്യം കോട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ യഥാർത്ഥത്തിൽ ഇത് ഓർഡിനറി ബസ്സുകളിൽ മാത്രമായിരിക്കണം എന്ന് പറയുന്ന ഒരു, ഞങ്ങൾ ഫ്രീ ആക്കാൻ പോകുന്നത് എന്ന് പറയുന്ന ഒരു കാര്യം നടപ്പിലാക്കുമ്പോൾ അതിൻ്റെ സത്യസന്ധത പാലിക്കണമായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. ആ പറഞ്ഞതിൽ എന്താ കുഴപ്പമുള്ളത്? അദ്ദേഹം പറയാനുള്ളതൊക്കെ പറഞ്ഞോട്ടെ. പിന്നെ സനോജെ, ഈ കാട്ടാനൊക്കെ അറിയില്ലല്ലോ VD സതീശൻ മുഖ്യമന്ത്രിയായ കാര്യം. അങ്ങയുടെ വാദം കേൾക്കുമ്പോൾ പിണറായി വിജയനോടൊന്തോ വ്യക്തിവിരോധം ഉള്ളതുകൊണ്ടാണ് കാട്ടാനകളൊക്കെ പുറത്തിറങ്ങിയത്. സതീശൻ വന്നപ്പോ ആ വ്യക്തിവിരോധം മാറി. അതല്ലല്ലോ മറ്റേ രാജു P നായരെ നമ്മുടെ VK സനോജ് പറഞ്ഞത്.
അന്ന് കാട്ടാന ഒരാളെ കുത്തിക്കൊന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചവിട്ടിക്കൊന്നിട്ടുണ്ടെങ്കിൽ അത് മാധ്യമങ്ങളൊക്കെ തന്നെ അന്ന് രാത്രി വൈകുന്നേരം തന്നെ വലിയ ചർച്ചയാക്കുമായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് എന്താ ചർച്ചയാകണ്ടേ എന്നുള്ളതാണ് ചോദ്യം. അല്ലാതെ ഒരു ഗവൺമെൻറ് പുകഴ്ത്താൻ വേണ്ടിയിട്ട് ഒരു ചർച്ച നടത്തേണ്ട ആവശ്യമില്ലല്ലോ. യഥാർത്ഥത്തിൽ ഇവിടെ ഉള്ളത് ഗോദി മീഡിയ അല്ല, വി ഡി മീഡിയയാണ്. ആ വി ഡി മീഡിയയുടെ ചർച്ചയാണ് വി കെ സനോജ് എതിർത്തത്, അല്ലാതെ കാട്ടാനയെക്കുറിച്ചല്ല. പിന്നെ കാട്ടാനയെക്കുറിച്ച് ഈ പറയുന്ന പോലെ വനം വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞിട്ടുള്ള കാട്ടാന ആളെ ചവിട്ടിക്കൊന്നും പറഞ്ഞിട്ടുള്ള നിരുത്തരവാദപരമായിട്ടുള്ള പ്രസ്താവന. ഉദ്യോഗസ്ഥർ മാറിയിട്ടില്ല, ആനയും മാറിയിട്ടില്ല, ഗവൺമെൻറ് മാത്രമേ മാറിയിട്ടുള്ളൂ എന്നാണ്. ഈ ഗവൺമെൻറ്റിന് ആനയെ മാറ്റാനും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരെ മാറ്റാനും ഒക്കെ കഴിവില്ലെങ്കിൽ നിങ്ങൾ ഈ പണി നിർത്തി പോകണം ഭയ. അതാണ് വി കെ സനോജ് പറഞ്ഞു വന്നത്. അതിനെക്കുറിച്ചൊക്കെ ചർച്ചയില്ല. അതേസമയം CPM-ൻ്റെ ഒരു മന്ത്രിയായിരുന്നെങ്കിൽ, ഇടതുപക്ഷത്തെ ഒരു മന്ത്രിയായിരുന്നെങ്കിൽ നിങ്ങൾ ഭയങ്കരമായി ചെണ്ട കൊട്ടി ചർച്ച ചെയ്തേനെ എന്നുള്ളതാണ് പറഞ്ഞത്. അതിന് ഈ കോമഡി കൊണ്ട് ഉത്തരം വന്നിട്ട് കാര്യമില്ല രാജു പി നായരെ. ഇതിന് നമ്മുടെ മലയാളത്തിൽ സാധാരണ താടി കൊണ്ട് വെയിൽ കെട്ടുക എന്ന് പറയും. ആ പണിയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ 10 വർഷം കാട്ടാന ആക്രമണം ഉൾപ്പെടെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള കിടങ്ങ് കുഴിക്കുന്നതിൽ പോലും, അല്ലെങ്കിൽ വനഭിത്തി നിർമ്മിക്കുന്നതിന്, ഹാങ്ങിങ് ഫെൻസസ് ഉണ്ടാക്കുന്നതിന്, തെർമൽ ക്യാമറ ഉണ്ടാക്കുന്നത് ഉൾപ്പെടെ നടപടികളിൽ ഒന്നും ചെയ്യാതെ ഒരു രൂപ കഴിഞ്ഞ ഏറ്റവും അവസാനം സാമ്പത്തിക വർഷത്തിൽ 42% മാത്രമേ സ്പെൻഡിങ്. ഈ 30 ദിവസം കൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കണം, ഞങ്ങൾ പുതിയ പദ്ധതികൾ ഉണ്ടാക്കും, ഞങ്ങൾ വനവിത്തികൾ ഉണ്ടാക്കും, ഞങ്ങൾ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഞങ്ങൾ നിരീക്ഷണം ഇതിനകത്തുള്ള പദ്ധതികൾ യഥാർത്ഥത്തിൽ ഞാനൊരു ഡയലോഗ് കൂടി ലാസ്റ്റ് പ്രതീക്ഷിച്ചു. അത് ഭാഗ്യത്തിന് സ്മൃതി പരുത്തിക്കാട് പറഞ്ഞില്ല. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇത്രയും ദിവസങ്ങൾ കൊണ്ട് 6 പേരല്ലേ മൃഗങ്ങളൊക്കെ കാട്ടാനയൊക്കെ ആക്രമിച്ച് കൊന്നുള്ളൂ. അത് കുഴപ്പമില്ല, നമ്മളൊരു 100 ദിവസം വരെ ടൈം കൊടുക്ക്. അതിനകത്ത് അവർ എന്തെങ്കിലും ചെയ്യട്ടെ. അതുവരെ ക്ഷമിക്കാനുള്ള ഒരു മര്യാദ നിങ്ങൾ കാണിക്കൂ. ആളുകളെയൊക്കെ ആന ചവിട്ടി കൊന്നോട്ടെ, കുഴപ്പമില്ല, ഞങ്ങൾ പിന്നെ ചർച്ച ചെയ്യാം, നാളെ നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം എന്നൊക്കെയാണ് സ്മൃതി പറയുമെന്ന് ഞാൻ വിചാരിച്ചത്. ഭാഗ്യത്തിന് അത്രയും കഠോരമായിട്ടുള്ള പദങ്ങളിലേക്ക് സ്മൃതി പോയില്ല. പക്ഷേ സ്മൃതി അതിനുശേഷം മീറ്റ് ദ എഡിറ്റേഴ്സിൽ ഇതുപോലെ തന്നെ ഇരുന്ന് ഇതിനെ വെള്ളപൂശാൻ ന്യായീകരിക്കാനുള്ള ഒരു പരിപാടി ചെയ്തു. അതിനൊന്നും കുഴപ്പമില്ല. സ്മൃതി പരുത്തിക്കാടിന് അതവരുടെ അഭിപ്രായം പറഞ്ഞോട്ടെ. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാൾ കൂടിയാണ്, അതുകൊണ്ട് വളരെ മോശപ്പെട്ട രീതിയിലുള്ള കമൻറ്റുകളൊന്നും താഴെ എഴുതരുത്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ ആശയങ്ങളെ ആശയപരമായിട്ട് വിയോജിക്കാനും എതിർക്കാനുമൊക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതും അവരുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതൊക്കെ പറയട്ടെ. ഇത് യഥാർത്ഥത്തിൽ പ്രമോദ് പുഴങ്കരയുടെയും രാജു പി നായരുടെയും ഒക്കെ പെർഫോം ചെയ്യാൻ വേണ്ടി ലോഡഡ് ക്വസ്റ്റ്യൻ കൊടുക്കുന്ന ഒരു ഷോയായി അധപ്പതിച്ചത് എത്ര കാലം നിങ്ങൾക്ക് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതൊന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. ഏതാണ്ട് മറ്റേ ഡൽഹിയിലൊക്കെയുള്ള ഗോദി മീഡിയയുടെ സ്റ്റൈലിലേക്ക് ഇവിടുത്തെ വി ഡി മീഡിയയും ഇറങ്ങിയിരിക്കുന്നു എന്നാണ് ഈ ചർച്ചകൾ നമ്മളെ പഠിപ്പിക്കുന്നത്.